നമസ്കാരം. ഉള്ളത് പറയാം. കോൺഗ്രസിന് രാഹുകാലം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഉദിച്ചുയർന്ന താരം ഉണ്ടാക്കിയ പൊല്ലാപ്പിൽ നിന്ന് കരകയറാനാവാതെ കൈയും കാലും ഇട്ടടിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ്. 2026 ഭരണം തിരിച്ചുപിടിക്കൽ പ്രതീക്ഷയ്ക്ക് ഒരു ചെറിയ വിഷയം പോലും പൊല്ലാപ്പായി മാറും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് ഉണ്ടാക്കിക്കൊടുത്തത്. പാർട്ടിയെ വലിച്ചു കീറാൻ ആരെയും സമ്മതിക്കില്ലെന്ന് വീമ്പ് പറഞ്ഞ മാങ്കൂട്ടത്തിൽ പിന്തുടർന്നു ചെന്ന് ശല്യം ചെയ്യുന്ന സ്ത്രീ ലംബടനും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത പേടിക്കേണ്ടവനുമാണെന്ന ആക്ഷേപം പൊടിക്ക് പോലും തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രയോഗിച്ചത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയർ. ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക, അതിന് നടപടി സ്വീകരിക്കുക. ഞാൻ ആവർത്തിച്ച് പറയാണ്, അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. എന്നോട് ആരും ഒരു പരാതിയും, ഒരു പെൺകുട്ടിയും എന്നോട് ഒരിക്കലും ഒരു പരാതിയും വാക്കാലോ ഫോണിലോ രേഖാമൂലമോ ഒരിക്കലും നൽകിയിട്ടില്ല. എന്റെ മുൻപിൽ ആരും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതെനിക്കറിയില്ല. ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ പാർട്ടിയിലെ സതീശൻ ചേരിയോടൊപ്പം നെഞ്ചു വിരിച്ചു നിന്ന നേതാവാണ് സ്ത്രീ വിഷയത്തിൽ കുടുങ്ങി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. രഹസ്യമായ പിന്തുണ ഉണ്ടെങ്കിലും പരസ്യമായി ഒരു നേതാവിന് പോലും പാർട്ടിയിലെ ചാട്ടുളിയെ ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാങ്കൂട്ടത്തിൽ മുൻപ് പറഞ്ഞതെല്ലാം തിരിച്ചടിച്ചു. സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ അഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസിന് രാഹുലിനെ ചേർത്ത് നിർത്താൻ പറ്റാതെ വന്നത് വനിതാ നേതാക്കളും എതിരായതോടെ. ഉമാ തോമസും ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനുമൊക്കെ മാങ്കൂട്ടത്തിനെതിരെ എത്തി. എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാജിവെക്കണം. ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങൾ എന്താണെന്നുള്ളതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം. രാഹുലിനെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. ഉചിതമായ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് തനിക്ക് പകരം പ്രതിഷ്ഠിച്ചയാളെ പാർട്ടി കൈവിടുന്നത് ഷാഫി പറമ്പിലിന് നോക്കി നിൽക്കേണ്ടി വന്നു. രാഹുലിന്റെ പതനത്തിന് വഴിവെച്ചത് മുൻപിൻ നോക്കാതെയുള്ള പ്രവൃത്തിയും സ്വഭാവ സവിശേഷതയുമാണ്. പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു. 1 മാസം മുൻപ് വെറും ആരോപണം പോലെ വന്നു പോയെങ്കിലും ഇത്തവണ മുഖമില്ലാതെ, പേരില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വ്യാജ ID കാർഡ് ഉണ്ടാക്കി വന്നു എന്ന പരാതി ഉന്നയിച്ചവർ തന്നെ അവസരം വിനിയോഗിച്ചു. അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം ഒഴിയേണ്ടതാണ്. ഒരു വ്യക്തി വന്നിട്ട് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, തെളിവ് കൊടുക്കാതെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് നടപടി സ്വീകരിക്കാൻ പറ്റും? ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. അത് ആർക്കുമായ ആരോപണം ഉന്നയിക്കാമല്ലോ. പക്ഷെ ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും അദ്ദേഹം ഒഴിയണം. നേതൃത്വം അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. അത് ഞങ്ങളുടെ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല, മറിച്ച് നിയമ നടപടികളായിട്ട് സ്വീകരിക്കേണ്ടി വരും. ഞാൻ ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാതൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല.
ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അത് എന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു. അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ. ഇപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ. പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്രസഹിതം വരുന്നത്. അപ്പോൾ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആൾക്ക് താല്പര്യമുണ്ട്, അത് ഇവിടെ വെച്ച് സാധിക്കില്ല, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി റേപ്പ് ചെയ്യണമെന്നാണ്, നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് രാഹുൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അയാളുടെ ഒരു ലൈംഗിക വൈകൃതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ് ശ്രീമാൻ രാഹുൽ. താൻ MLA സ്ഥാനം ഒഴിയില്ല എന്ന് പറയുന്നത് BD സതീശന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ആ സപ്പോർട്ടിനകത്ത് മറ്റു കോൺഗ്രസിന്റെ എത്ര കണ്ട് നേതാക്കന്മാരുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമ്മമാരുടെ, പെൺകുട്ടികളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഇതിന് കറക്റ്റായിട്ടുള്ള റിയാക്ഷൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന, സത്യം പറഞ്ഞാൽ എവിടെ ഒരു മാനസിക എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടണം. സാധാരണ ഒരു മനുഷ്യനുള്ള മാതിരിയല്ല. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയുണ്ടാവും. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത് വരുമ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു പരിശോധനയ്ക്ക് വ്യക്തമാക്കേണ്ടതാണ്. പലതരത്തിലുണ്ടല്ലോ മാനസിക രോഗങ്ങൾ, ഒരേ രീതി മാത്രമല്ല, പലതരത്തിലുണ്ട്. വ്യാജൻ, കോഴി, ഇങ്ങനെയൊക്കെ നാടാകെ, കേരളമാകെ ചർച്ച ചെയ്യുമ്പോൾ ഈ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു മാനവും നാണമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എങ്കിൽ, ആത്മാഭിമാനമുള്ള ഒരു പ്രസ്ഥാനമാണെങ്കിൽ കോൺഗ്രസ് ഇതിലൊരു തീരുമാനം എടുക്കണം, നിലപാടെടുക്കണം. അതിന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തയ്യാറാവണം. കൊണ്ടു നടന്നത് നീയേ ഷാഫി, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ സതീശ എന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇന്ന് എനിക്ക് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ വിളികൾ വന്നപ്പോൾ കുറേ പേര് മൗനമായിരുന്നു. അറ്റത്ത് ഒരാളും ഇന്ന് ചീത്ത പറഞ്ഞില്ല കേട്ടോ. പണ്ട് ഭയങ്കര ചീത്ത വിളിക്കായിരുന്നു, പാർട്ടിയെ ചതിച്ചു പോയി എന്നൊക്കെ. ഇന്ന് അവർക്ക് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് പാർട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ വലിയാടായ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് നമ്മളോട് കാണുന്ന ഒരു സഹതാപം എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കറിയില്ല. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട്, പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു. യുവനടിയുടെ പേര് പറയാതെയുള്ള വെളിപ്പെടുത്തലും പിന്നീട് മറ്റൊരു സ്ത്രീയുമായുള്ള ചാറ്റിങ്ങും ഫോൺ സംഭാഷണവും പാർട്ടിക്ക് ചീത്തപ്പേരായി. കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കാൻ പറ്റാതായി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി ഉടൻ പോയി. ചർച്ചകൾക്ക് ശേഷം പാർട്ടി അംഗത്വവും. അവശേഷിച്ചത് പാലക്കാട്ടെ MLA സ്ഥാനം. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJP എങ്ങാനും ജയിച്ചാലോ എന്ന ആശങ്ക മാത്രമാണ് നേതാവിന്റെ MLA സ്ഥാനം സംരക്ഷിച്ചത്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച്, സമചിത്തതയോടെ ആലോചിച്ച്, എല്ലാവരും ഒരേ സ്വരത്തിൽ, ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യും. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യം അറിയിച്ചത്. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, സിസ്റ്റം ഉണ്ട്. എന്നിട്ട് നോക്കാം. So Rahul said it very clearly what he has said, and he has resigned from the Youth Congress.
It is not a legal battle. It is not a complaint against the battle which we are doing. It is on a moral ground what Rahul has decided and he has done. ഇതിപ്പോൾ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് സസ്പെൻഷൻ. ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ? ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തു മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. CPM-നാകട്ടെ ഒരു സ്ഥാനവും രാജിവെക്കാൻ ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അവകാശവും ഉണ്ടായിരുന്നില്ല. എങ്കിലും MLA പദവി കൂടി രാജിവെക്കണമെന്ന ആവശ്യം വെറുതെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. കടകംപള്ളിക്കും മുകേഷിനുമൊക്കെ എതിരെ ഇതൊക്കെ വന്നപ്പോൾ സംരക്ഷിച്ച കാര്യം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണിത്. ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു എന്നത് കോൺഗ്രസിന്റെ ധാർമ്മിക വിജയമാണ്. വേറെ രക്ഷയില്ല എന്നത് മറ്റൊരു കാര്യം. എൽദോസ് കുന്നപ്പള്ളിയെയും M. വിൻസെന്റിനെയും ന്യായീകരിക്കാനുള്ള വാദങ്ങളിൽ ഒന്നുപോലും ഇക്കാര്യത്തിൽ എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പാർട്ടിക്ക് വേണ്ടാത്ത MLA, കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാൻ അർഹതയില്ലാത്തയാൾ, അങ്ങനെ ഒരാളെ പാലക്കാടിന് മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന വിമർശനം. MLAക്ക് പാലക്കാട്ടേക്ക് വരാനും കഴിയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ നേരത്തെയും പാർട്ടിക്ക് കിട്ടിയിട്ടും നേതാക്കൾക്ക് അറിവുണ്ടായിട്ടും സംരക്ഷണം ഒരുക്കി എന്ന ആക്ഷേപം ഇപ്പോഴുമുണ്ട്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും രാഹുലിനെതിരെ പരാതിയുള്ളതാണ്. എൻ്റെ പിള്ളേർ എന്ന പേരിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഓമനിച്ചു കൊണ്ടു നടന്ന VD സതീശൻ എന്തായാലും കടുത്ത തീരുമാനം തന്നെ എടുത്തു. ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ്. രാജി തീരുമാനിക്കേണ്ടത് വ്യക്തിയാണ്. MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്കല്ല വ്യക്തിക്കാണ്. MLA സ്ഥാനം കൊടുക്കുന്ന ജനങ്ങളാണ്. ടിക്കറ്റ് കൊടുക്കുന്നതാണ് പാർട്ടി, ജയിപ്പിക്കുന്ന ജനങ്ങളാണ്. അങ്ങനെ രാജിവെച്ചാൽ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ അത് തിരികെ കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നോമിനേറ്റഡ് പോസ്റ്റല്ല, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോസ്റ്റാണ്. ഹൃദയവേദനയോടെയാണ് തീരുമാനം എടുത്തതെന്ന് സതീശൻ പറയുമ്പോൾ ചേർത്ത് നിർത്തിയ നേതാവിനെ കൈവിടേണ്ടി വന്നതും അയാളിൽ നിന്നുണ്ടായ വിശ്വാസവഞ്ചനയുമാവാം ഉള്ളിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നു. ഒരു പരാതിയും ഇല്ലാതെ മാറ്റി നിർത്തിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും മൊഴി കിട്ടിയാൽ കേസ് കടുക്കും. ഇല്ലെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയെന്ന് പറഞ്ഞാൽ പാർട്ടി നേതാക്കൾ പോലും വിശ്വസിക്കുകയുമില്ല. അത് അയാൾ തീരുമാനിക്കട്ടെ. അയാൾ മണ്ഡലത്തിൽ വരണോ, എപ്പോൾ വരണോ വേണ്ടേ എന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിൽ രാഹുലിനെതിരെ ശക്തമായ എതിർചേരി സജീവമാണ്. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് അവർ അനുവദിക്കില്ല. പാലക്കാട് മണ്ഡലത്തിൽ കാലു കുത്തിക്കില്ലെന്ന് BJPയും CPM-ഉം പറയുമ്പോൾ MLAക്ക് എത്ര നാൾ മാറി നിൽക്കാൻ കഴിയും? പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലായതിനാൽ പാർട്ടി പരിപാടികൾ നടക്കില്ല. പൊതുപരിപാടികളിൽ പ്രതിഷേധവും. പിന്നെയുള്ളത് പാർട്ടി അനുഭാവികളുടെയോ ഓണാഘോഷ പരിപാടികളോ ഒക്കെയാണ്. ഇതിനായി അടൂരിൽ നിന്ന് രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാൻ ഇറങ്ങുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ഇതിനായി പാലക്കാട്ട് ഗ്രൂപ്പ് യോഗം. ഷാഫി നിഷേധിച്ചെങ്കിലും തള്ളിപ്പറയാനാവാത്ത ബന്ധമാണ് ഇരുവർക്കും. അതറിഞ്ഞാണ് DYFI അബദ്ധത്തിൽ ചാടിയതും. രാഹുലിനെതിരായ പ്രതിഷേധങ്ങളുടെ ശക്തി ചോർത്തുന്നതായി DYFIയുടെ വടകരയിലെ പ്രകടനം. നെഞ്ചുവിരിച്ച് ഷാഫി പുറത്തിറങ്ങിയതോടെ DYFIക്കാരുടെ കാറ്റുപോയി. തടയാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് വിശദീകരിച്ച് DYFI തടിയു. കേരള രാഷ്ട്രീയത്തിൽ എതിരാളികൾക്കെതിരെ നാറുന്ന കഥകൾ മെനയ്ക്കുന്നത് പുതുമയല്ല. സത്യമുണ്ടെങ്കിൽ പോലും ഒറ്റക്കെട്ടായി ആ നേതാവിനെ രക്ഷിച്ചെടുക്കാൻ CPM-ന് കഴിയാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ പക്ഷേ പാർട്ടിക്കോ രാഹുലിനോ തടയാൻ കഴിഞ്ഞില്ല.
രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് കീഴടങ്ങിയ ശേഷം വി.ഡി. സതീശൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന രീതിയിൽ നടത്തിയ പ്രതികരണം പ്രതീക്ഷിക്കാത്തതാണ്. പ്രത്യേക ബോഡി ലാംഗ്വേജിലൂടെ സതീശൻ നടത്തിയ വെല്ലുവിളി വരാൻ പോകുന്ന പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്ന ബോംബുകളാണോ? ഒരുപാട് ദിവസം കാത്തിരിക്കാനാവില്ലല്ലോ എന്ന് സതീശൻ പറഞ്ഞെങ്കിലും ഇതുവരെ ഒന്നും പൊട്ടിയിട്ടില്ല. പാലക്കാട് സി കൃഷ്ണകുമാറിനെതിരെ വീണ ബോംബ് സന്ദീപ് വാര്യരുടെ ഏറുപടക്കമായി മാറുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരങ്ങളുടെ വേലിയേറ്റമാണ് നടക്കുന്നത്. പാലക്കാടും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും സമര പരമ്പര. ഇതിലേറ്റവും കൗതുകം കാളയുമായി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് BJP നടത്തിയ പ്രകടനമാണ്. പ്രതീകാത്മക സമരം സതീശനെ ചൊടിപ്പിച്ചു. അതാണ് വെല്ലുവിളിയിൽ കലാശിച്ചത്. അതേ കാളയെ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് അയക്കേണ്ടി വരുമെന്ന വെല്ലുവിളി. CPM-ഉം കരുതിയിരിക്കാൻ മുന്നറിയിപ്പ്. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ അധികം കളിക്കരുത്. ഈ കാര്യത്തിൽ കേരളം ഞെട്ടിപ്പോകും. ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലൊക്കെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ. CPM-ന് പേടിയില്ലെന്ന് MV ഗോവിന്ദൻ ഉടൻ പ്രഖ്യാപിച്ചെങ്കിലും എന്തായാലും പതിവ് ന്യായീകരണവും പാർട്ടി കോടതിയും നൽകുന്ന ആത്മവിശ്വാസമെന്ന് കരുതി തള്ളിക്കളയാം. BJP-യും സതീശിനെതിരെ വിമർശനവുമായി എത്തി. കൊണ്ടു നടന്നവനെ പുറത്താക്കേണ്ടി വന്നതിന്റെ നിരാശയെന്ന വിമർശനമുയർന്നു. പല KPCC നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട്. ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ KPCC-യുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുക. 9 മാസമായാലും പറയുന്നു തേങ്ങ ഉടക്കി സ്വാമി എന്നേ പറയാനുള്ളൂ. മനസ്സിലായല്ലോ? അത് കുറെ കാലമല്ലോ പറയുന്നു. ആ കൃഷ്ണകുമാറിനെ നിങ്ങൾ പറയില്ലേ, അതിന് മുകളിലുള്ള കുറെ ആളുകളുടെ കാര്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. കൃഷ്ണകുമാർ മാത്രമൊന്നുമല്ല. കൃഷ്ണകുമാറിനെതിരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ വരുമല്ലോ, പുറകെ വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അതൊക്കെ വന്നോളും. നമ്മളായിട്ട് പറയേണ്ടതൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പുറത്ത് വരും. അതുകൊണ്ട് അദ്ദേഹം വലിയ പരിഭ്രാന്തിയിലാണ്. അദ്ദേഹവും സഹപ്രവർത്തകനും വലിയ പരിഭ്രാന്തിയിലാണെന്ന് എനിക്കറിയാം. ഇന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്നതാണ് വിചാരിച്ചു. ഇതൊക്കെ 2015-ല് 20-ലൊക്കെ പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമുണ്ട്. കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഉന്നയിച്ചപ്പോഴേ BJP-ക്കെതിരായ വെളിപ്പെടുത്തൽ എന്താവുമെന്ന സൂചനയെത്തിയിരുന്നു. പിറ്റേന്ന് തന്നെ സി കൃഷ്ണകുമാറിനെതിരായ പരാതി രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലെത്തിയെന്ന വിവരവും പുറത്തുവന്നു. സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയിൽ എന്ത് നടപടിയെന്ന ചോദ്യത്തിന് പക്ഷേ ബലം കിട്ടിയില്ല. സന്ദീപ് വാര്യരെ വിശ്വസിച്ചത് കോൺഗ്രസിന് വിനയായി. സി കൃഷ്ണകുമാറും സന്ദീപ് വാര്യരും തമ്മിലുള്ള പരസ്പര ആരോപണത്തിൽ വെളിപ്പെടുത്തൽ ഒതുങ്ങി. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ കത്തിപ്പടരുന്നു. കാളയുമായി ആരും രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് എത്തിയില്ല. സതീശന് നേരെ പരിഹാസങ്ങൾ. ബോംബെന്ന് പറഞ്ഞില്ലെന്ന് സതീശന്റെ ന്യായീകരണം. ഇനി ബാക്കിയുള്ളത് CPM അധികം കളിക്കേണ്ട എന്ന സതീശന്റെ മുന്നറിയിപ്പാണ്. ഉടനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാർ അയ്യപ്പ സംഗമത്തിന്റെ തിരക്കിലാണ്. ശബരിമലയുടെ വികസനവും ആഗോള ഖ്യാതിയും ലക്ഷ്യം. പമ്പയിൽ 3000-ഓളം പ്രതിനിധികൾ വരും. മുഖ്യമന്ത്രി ഉണ്ടാവും. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം കൈയൊഴിഞ്ഞു. പകരം 2 മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്നെത്തും. BJP-യും പരിവാർ സംഘടനകളും മുൻപത്തെ ആചാര ലംഘനത്തിന് മാപ്പ് പറഞ്ഞിട്ട് മതി അയ്യപ്പന്മാർക്കായുള്ള സംഗമം എന്ന നിലപാടിൽ. യുവതീ പ്രവേശനത്തിൽ കൈപൊള്ളിയ ഇടത് സർക്കാർ ആചാര ലംഘനത്തിന് ഒരുങ്ങുമെന്ന് കരുതാനാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് ശബരിമല കേന്ദ്രീകരിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തത്വമസി എന്ന സന്ദേശം ശബരിമലയുടെ കവാടത്തിൽ ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം കാണുന്ന സന്ദേശമാണ്. വിശ്വമാനവയുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്നത്. ആ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ
ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി സർക്കാർ പിന്തുണയിൽ നടത്താൻ പോകുന്ന അയ്യപ്പ കൂട്ടായ്മ വിവാദമായി കഴിഞ്ഞു. ശബരിമല വികസനത്തിനായി സർക്കാർ അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ പോലും ചർച്ചയ്ക്ക് വെക്കുന്ന ഒന്നാവും അയ്യപ്പ സംഗമം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികളെ കൊണ്ടുവരും. ആകെ 3000 പേർ. മുൻപ് പാസ്പോർട്ട് ഉപയോഗിച്ച് വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്ത ഭക്തരിൽ നിന്ന് തെരഞ്ഞെടുത്ത 500 പേർക്കായിരിക്കും വിദേശത്ത് നിന്ന് ക്ഷണം. ബാക്കിയുള്ളവരും പ്രത്യേക ക്ഷണിതാക്കൾ. എല്ലാവരും അയ്യപ്പ ഭക്തരാണെന്ന് ഉറപ്പുവരുത്തുമത്രേ. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ പരിപാലിക്കാൻ ശബരിമലയുടെ വരുമാനം കൂട്ടണം. ഇതും ലക്ഷ്യത്തിൽപ്പെടുന്നു. ഇതിനകം തന്നെ സംഭാവന നൽകുന്ന ഭക്തർക്കായി ചില ആനുകൂല്യങ്ങളും ഉണ്ട്. അത് അയ്യപ്പ സംഗമത്തിൽ ഓഫറായി അവതരിപ്പിക്കുമെന്ന് പോലും വിമർശനം വന്നു കഴിഞ്ഞു. 10 ലക്ഷം മുതൽ 3 കോടിക്ക് മുകളിൽ സംഭാവന നൽകുന്നവർക്ക് വേണ്ടിയാണ് ശബരിമലയിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്ന കൂപ്പൺ. അയ്യപ്പ സംഗമത്തിൽ ആദ്യം എതിർപ്പ് വന്നത് സംഘപരിവാർ സംഘടനകളിൽ നിന്നാണ്. യുവതീ പ്രവേശനത്തിൽ സർക്കാർ എടുത്ത നിലപാട് ഇപ്പോഴുമുണ്ടോ എന്നായിരുന്നു ചോദ്യം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ക്ഷണിച്ചത് BJPയും ആയുധമാക്കി. അവിശ്വാസികളായ കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്ക് അയ്യപ്പ സംഗമത്തിൽ എന്താണ് കാര്യമെന്ന്. സ്റ്റാലിനെ തടയുമെന്ന് പോലും BJP മുന്നറിയിപ്പ്. എന്നാൽ കാണാമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ആ അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല. അതൊരു അപമാനമാണ്. അതിൽ നിന്ന് ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ ഇത് കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം, ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. എന്തായാലും സ്റ്റാലിൻ വരില്ല. പകരം 2 മന്ത്രിമാരെ അയക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശന കടുംപിടുത്തം സർക്കാർ ഉപേക്ഷിച്ചതാണ്. പിന്നെ അതേപ്പറ്റി മിണ്ടിയിട്ടില്ല. നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള നീക്കം കൂടിയാണ് അയ്യപ്പ സംഗമം. അതിന് NSS, SNDP പോലുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാനും ശ്രമം. ഇതിന് തടയിടാനാണ് BJP സംഘപരിവാർ നീക്കം. മുഖ്യമന്ത്രിക്ക് ദൈവവിശ്വാസമില്ലെന്ന കാര്യവും ശബരിമലയിൽ സർക്കാർ ഇടപെടലും ഭക്തർക്കിടയിൽ സംശയം ബലപ്പെടുത്തുന്നു. യുവതീ പ്രവേശന സമയത്ത് സന്നിധാനത്തേക്ക് സർക്കാർ പിന്തുണയിൽ എത്തിച്ച ആക്ടിവിസ്റ്റുകൾ അയ്യപ്പ കൂട്ടായ്മയിൽ എത്തുമെന്നും പ്രചാരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടല്ല ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ വെച്ചിട്ട് ശബരിമലയുടെ അടിസ്ഥാന വികസനം എന്നുള്ള സങ്കല്പം മാത്രമാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഇതിനൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോയി, ദയവായി ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോയി തകർത്ത് കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുമുള്ളത്. പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരാളെയും ഞങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ടിരുന്നു. സർക്കാർ പക്ഷേ ഇത്തരം ആരോപണങ്ങളിൽ കൊത്തുന്നില്ല. എല്ലാവരെയും ക്ഷണിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചു കഴിഞ്ഞു. BJPക്കും പരിവാർ സംഘടനകൾക്കും ക്ഷണം കിട്ടിയിട്ടില്ല. അയ്യപ്പ സംഗമത്തെ വരുമാനം കൂട്ടാനുള്ള മാർഗമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള നീക്കമായും കാണാം. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നതിന് തിരുത്തൽ വരുത്തിയെന്ന സന്ദേശവും. ഏതാനും പേരുടെ മുന്നിൽ വെച്ച് അന്തിമ രൂപം നൽകേണ്ട ഒന്നല്ലല്ലോ ശബരിമലയുടെ വികസന മാസ്റ്റർ പ്ലാൻ. ശബരിമലയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാം. സംഭാവനയ്ക്കനുസരിച്ച് ഭക്തരെ തരംതിരിക്കുന്ന ഡയമണ്ട് മുതൽ സാധാരണ കൂപ്പൺ വരെ അവതരിപ്പിക്കുകയും ചെയ്യാം.